തൃശൂർ കോർപ്പറേഷനിലെ ബി.ജെ.പി കൗൺസിലർമാർക്ക് 5 ലക്ഷം രൂപ പിഴയിട്ട് ഹൈക്കോടതി. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോമിനെതിരെ ഹർജി നൽകിയതിൽ 6 ബി.ജെ.പി കൗൺസിലർമാർക്കും അഭിഭാഷകനായ കെ പ്രമോദിനുമാണ് പിഴയിട്ടത്. ടൂറിസ്റ്റ് ഹോം നടത്തിപ്പ് ചുമതല PS ജനീഷ് എന്നയാൾക്ക് കൈമാറിയതിൽ ക്രമക്കേട് ആരോപിച്ച് നൽകിയ ഹർജികളിലാണ് കോടതിയുടെ വിധി. ഒത്തുകളിച്ചുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഗവൺമെന്റിന് അല്ലെങ്കിൽ കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് കേസ്. എവിടെയാണ് ഞങ്ങൾ നഷ്ടമുണ്ടാക്കിയത്? ഞങ്ങൾ കുറച്ച് ആളുകൾ കൂട്ടായി ഒരു പ്രസ്ഥാനത്തേക്ക് തൃശ്ശൂർ ഇവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ഈ നശിച്ചു കിടന്നിരുന്ന ഒരു ബിൽഡിങ് ഞങ്ങളൊന്ന് റിനോവേറ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിച്ചത് എന്താ? 2 മാസക്കാലത്തോളം ഞാൻ ഒളിവിൽ പോയി. അതിനുശേഷം ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും പ്രത്യക്ഷമായും പരോക്ഷമായും ഞങ്ങൾക്ക് ഭീഷണിയായിരുന്നു ഇതിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞത്. നടരാജ് ചേരുന്നുണ്ട്. നടരാജ്, എന്തിനാണ് കോടതി പിഴയിട്ടത്? എന്താണ് കൗൺസിലർമാർ ഇപ്പോൾ പറയുന്നത്? ഈ തൃശൂർ നഗരത്തിലുള്ള ഹോട്ടലാണ് ബിനി ടൂറിസ്റ്റ് ഹോം. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലാണ്. ഇത് നടത്താൻ വേണ്ടി PS ജനീഷിന് കൈമാറിയതിൽ ക്രമക്കേട് ആരോപിച്ച് തുടർച്ചയായി ഹർജിയുമായി എത്തിയവർക്കാണ് ഹൈക്കോടതി പിഴയിട്ടത്. കോർപ്പറേഷനിലെ BJP കൗൺസിലർമാരായ വിനോദ് പൊള്ളഞ്ചേരി, പൂർണിമ സുരേഷ്, B ആതിര, NV രാധിക, KG ലിജി, N പ്രസാദ് എന്നിവർക്ക് സ്വന്തം പേരിൽ പരാതി നൽകിയ അഡ്വക്കേറ്റ് K പ്രമോദ് എന്നിവർക്കാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് 10 ലക്ഷം രൂപ മൊത്തത്തിൽ പിഴയിട്ടത്. കൗൺസിലർമാർ ചേർന്ന് 5 ലക്ഷം രൂപയും അഡ്വക്കേറ്റ് പ്രമോദ് 5 ലക്ഷം രൂപയും കെട്ടണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. തുക 1 മാസത്തിനകം ഒതുക്കണം. ഇതിൽ 5 ലക്ഷം രൂപ മീഡിയേഷൻ ആൻഡ് കൗൺസിലേഷൻ സെന്ററിനും 5 ലക്ഷം ബാർ അസോസിയേഷൻ കൈമാറണമെന്നാണ് ഉത്തരവുള്ളത്. ഈ തുക 1 മാസത്തിൽ കൈമാറാത്ത പക്ഷം ഹൈക്കോടതി രജിസ്റ്റർ അക്കാര്യം കോടതി അറിയിക്കണമെന്നും ഉത്തരവിലുണ്ട്. എന്തായാലും ഏറെക്കാലം തൃശൂർ നഗരത്തിലും കോർപ്പറേഷനിലും ചർച്ചയായ ബിനി ടൂറിസ്റ്റ് ഹോം കേസിലാണ് വിധി വന്നത്. ശരി.